22ാമത് ജ്ഞാനായ കൺവെൻഷന് റാന്നി വലിയപള്ളിയിൽ നിന്നും പുറപ്പെടുന്ന വാഹനമാണിത്. ഇതേപോലെ എല്ലാ പള്ളികളിൽ നിന്നും വാഹനം ക്രമീകരിച്ചിട്ടുണ്ട്. തിരുവല്ല വിജയ കൺവെൻഷൻ സെൻറ്ററിലാണ് യോഗം നടക്കുന്നത്. ഫെബ്രുവരി 28 മുതൽ മാർച്ച് 3 വരെയാണ് കൺവെൻഷൻ. കൺവെൻഷൻ സെൻറ്ററിൽ നെല്ലിക്കൽ പണിയുവാൻ ഉദ്ദേശിക്കുന്ന റീഹാബിലിറ്റേഷൻ സെൻറ്ററിൻ്റെ ലോഗോ പ്രകാശനം സമുദായ സെക്രട്ടറി നിർവഹിച്ചു. കലിശ്ശേരി മേഖല ബിഷപ്പ് കുര്യാക്കോസ് മാർ ഗ്രിഗോറിയോസ് അനുഗ്രഹ പ്രഭാഷണം നടത്തി. ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് മാർ സേവേറിയോസ് തിരുമേനി യോഗം ഉദ്ഘാടനം ചെയ്തു. റാന്നി മേഖല ബിഷപ്പ് കുര്യാക്കോസ് മാർ ഈവാനിയോസ് തിരുമേനിയുടെ സാന്നിധ്യവും യോഗത്തിലുണ്ടായിരുന്നു. വല്ലാട്ടുകുണ്ടത്തിൽ അച്ഛൻ, ജ്ഞാനായ സമുദായ സെക്രട്ടറി എത്രയും പ്രിയപ്പെട്ട ടി.ഒ. എബ്രഹാം, ജ്ഞാനായ സമുദായത്തിൻ്റെ ട്രസ്റ്റി എത്രയും പ്രിയപ്പെട്ട ടി.സി. തോമസ് തോപ്പിൽ, പ്രിയപ്പെട്ട ജ്ഞാനായ അസോസിയേഷൻ പ്രസിഡന്റ് എത്രയും ബഹുമാനപ്പെട്ട ഇളയശ്ശേരിലച്ഛൻ, സുവിശേഷ സമാജത്തിൻ്റെ വൈസ് പ്രസിഡന്റ് എത്രയും പ്രിയപ്പെട്ട ബെന്നിയച്ചൻ, ജനറൽ കൺവീനർ MP തോമസ് മംഗലത്ത്, സുവിശേഷ സമാജത്തിൻ്റെ ട്രസ്റ്റി സജി കൊണ്ടയ്ക്കൽ, ജോയിന്റ് സെക്രട്ടറി തങ്കച്ചൻ ഇടയാടിച്ചിറ, ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, സുവിശേഷകരെ, എൻ്റെ മുമ്പിലിരിക്കുന്ന എത്രയും പ്രിയപ്പെട്ട വിശ്വാസികളെ, ഈ ഓഡിറ്റോറിയത്തിൻ്റെ, ഈ കൺവെൻഷൻ സെൻറ്ററിൻ്റെ ഉടമ കൂടിയായിരിക്കുന്ന എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട വിജയൻ സാറ്, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗം, ഏതാണ്ട് 86 വർഷങ്ങൾക്ക് മുമ്പ് ജ്ഞാനായ സമുദായത്തിലെ വിവിധ ഇടവകളിൽ നിന്നുള്ള ആത്മീയ തീഷ്ണരായിരുന്ന ഏതാനും യുവാക്കന്മാർ. വലിയ നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഈ യോഗത്തിൻ്റെ ഉദ്ഘാടനാഭിനന്ദനായ സേവൂറിസ് തിരുമേനി, ഇവിടെ സന്നിഹിതനായിരിക്കുന്ന അഭിനന്ദനായ ഈവാനിയോസ് തിരുമേനി, ഇന്നത്തെ മുഖ്യ പ്രഭാഷണം നടത്തുന്ന ബഹുമാനപ്പെട്ട ഷിമിൻ അച്ഛൻ, ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന ഈ സമുദായ വികാരി ജനറൽ, അസോസിയേഷൻ പ്രസിഡന്റ്, സമുദായത്തിൻ്റെ സെക്രട്ടറി, ട്രസ്റ്റി, സുവിശേഷ സമാജത്തിൻ്റെ വൈസ് പ്രസിഡന്റ്, മറ്റ് ട്രസ്റ്റി സെക്രട്ടറി, അതുപോലെ മറ്റ് സുവിശേഷ സമാജ ഭാരവാഹികളെ, ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ജിജി പറഞ്ഞതുപോലെ 22ാമത് സുവിശേഷ സമാജത്തിലെ കൺവെൻഷൻ നടക്കുന്ന ഈ വിജയ ഓഡിറ്റോറിയം ഞങ്ങൾക്ക് ഏറെ സന്തോഷമാണ്. അദ്ദേഹം തിരുവല്ല സ്വദേശി തന്നെയാണ്, വെൺപാലയാണ്. അതുകൊണ്ട് അദ്ദേഹം ഈ യോഗത്തിൽ സംബന്ധിക്കുമ്പോൾ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയെയും യോഗത്തിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുമെങ്കിലും വലിയ സന്തോഷത്തോടെ ശ്രീമാൻ ആൻഡ് ശ്രീമതി വിജയൻ അവരുടെ വലിയ സന്തോഷത്തെയാണ് അവിടെയാണ് ഇന്നിവിടെ നിൽക്കുന്നത്. 21 കൺവെൻഷൻ തിരുവല്ല പബ്ലിക് സ്റ്റേഡിയത്തിൽ നടന്ന്
അതിൻ്റെ നേട്ടങ്ങളുണ്ട്, പോരായ്മകളുണ്ട്. പക്ഷേ ജ്ഞാനായ സമുദായത്തിൻ്റെ സുവിശേഷ സമാജത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഇതിന് ഉണ്ടാകുന്ന പരിമിതികളൊക്കെ നമ്മളുടേതാണ്. നമ്മൾ ഒരുമിച്ച് അതിൻ്റെ നന്മയും തിന്മയും ഞാൻ പറഞ്ഞതിൻ്റെ കുറവുകളും ഒരുപോലെ ആസ്വദിക്കുവാനായും ഒരുപോലെ ഉത്തരവാദിത്വമാകുവാനും നമുക്ക് കടപ്പാടുണ്ട് എന്നുള്ള കാര്യം ഓർക്കണം. പൊതുവായ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കോർണറുകളിൽ നിന്നുണ്ടാകുന്ന ചോദ്യമാണ് ജിജി ഇന്നിവിടെ ചോദിച്ചത്, എന്തിനാണ് ഈ കൺവെൻഷൻ? സുവിശേഷ സമാജ ഭാരവാഹികളും അതിൻ്റെ പ്രവർത്തകരും ഈ സമുദായത്തിൻ്റെ വിശ്വാസികളിൽ നിന്ന് വളരെ വളരെ കഷ്ടപ്പെട്ട് ലക്ഷ്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, അതിൽ കൂടിയ ലക്ഷ്യങ്ങൾ ചെലവാക്കുന്നുണ്ട്. ഈ സുവിശേഷ സമാജത്തിൻ്റെ ഒരു വർഷം ഇവിടെ നടക്കുന്ന പ്രത്യേകിച്ച് വലിയ നോമ്പിൽ ഈ കൺവെൻഷന്റെ ലഭിക്കുവാനുള്ള സൗകര്യാർത്ഥമാണല്ലോ ഇത്. സാധാരണ നോമ്പിന്റെ ആദ്യ ആഴ്ച ബുധനാഴ്ച തുടങ്ങി ഞായറാഴ്ച അവസാനിക്കുകയാണ്. എന്നാൽ ഇതിന്റെ അവൈലബിലിറ്റി, ഹാളിന്റെ അവൈലബിലിറ്റി അനുസരിച്ചാണ് ഇതിന്റെ ഡേറ്റ് മാറ്റം വന്നത്. അതിനകത്ത് ഞാൻ പറഞ്ഞ ചിലർക്കൊക്കെ, അതായത് പരീക്ഷയൊക്കെ വരുന്നതുകൊണ്ട് പിള്ളേരുടെ പരീക്ഷയൊക്കെ വരുന്ന 1-ാം തീയതി മുതൽ പരീക്ഷയൊക്കെ ആരംഭിക്കുക. അതുകൊണ്ട് പേരൻസിനൊക്കെ അതിൻ്റെതായ കുറേ പ്രയാസങ്ങൾ ഉണ്ട്. പക്ഷേ സമുദായം ഒന്നായിട്ട് ഇതിന് പ്രവർത്തിക്കുമ്പോൾ ഈ പോരായ്മകളൊക്കെ നിഷ്പ്രഭമാകുന്ന സുവിശേഷ സമാജത്തിൻ്റെ സുവിശേഷത്തിൻ്റെ അലേടിയാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ പ്രയോജനം മുമ്പേ പറഞ്ഞതുപോലെ ധാരാളം ആളുകൾക്ക് ഇതിന് സാമൂഹികവും ആത്മീയവുമായ പരിവർത്തനം ഉണ്ടാകുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞ. വലിയ സന്തോഷമുണ്ട് അത് കേൾക്കാൻ. അത് ഉണ്ടാകുന്നില്ലെങ്കിൽ ഉണ്ടാക്കുന്ന പണവും ചിലവാക്കുന്ന പണവും അതിൻ്റെ പിന്നിലുള്ള അധ്വാനവും ഇവരുടെ നിസ്വാർത്ഥമായ സേവനവും വൃഥ ആയി മാറുവാൻ ഇടയാകരുത്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു പക്ഷേ നമുക്ക് വീട് ഉണ്ടാകാം, ജോലി ലഭിക്കാം, മക്കളുടെ വിവാഹം നടക്കാം. ഇതെല്ലാം ഇതിന്റെ അനുഭവങ്ങൾ എന്ന് പറയുന്ന വ്യക്തി ജീവിതത്തെ തൊടുന്നതല്ല. എനിക്ക് എന്ത് മാറ്റമുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും കൂടുതലായിട്ട് ചിന്തിക്കേണ്ടത്. എൻ്റെ ജീവിതത്തിന് എൻ്റെ ദൈവത്തോട് ഉടമ്പടി ചെയ്യുവാൻ, സഭയിലായിരിക്കുന്ന ഞാൻ സഭയുടെ പാരമ്പര്യങ്ങളും സഭയുടെ വിശ്വാസങ്ങളും ദൈവത്തിൻ്റെ ശാസ്ത്രങ്ങളും ദൈവത്തിൻ്റെ അനവരതമായ സ്നേഹം പങ്കുവെക്കുന്നതിലൂടെ എനിക്കെന്ത് മാറ്റമുണ്ടായി? ഇതാണ് ഇവിടുത്തെ അളവുകോൽ. ഈ മാറ്റമുണ്ടാകുന്നില്ലെങ്കിൽ ഇതൊരു ചടങ്ങായി മാറും. 22ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ സുവിശേഷ സമാജത്തിന്റെ ഈ പബ്ലിക് കൺവെൻഷനിൽ നിന്ന്, ഈ വേദ അല്ലെങ്കിൽ ബൈബിൾ കൺവെൻഷനിൽ നിന്ന് മാനസാന്തരം ഉണ്ടാവണം. ആ മാനസാന്തരം 5 ദിവസം കൊണ്ട് തീരുന്നതല്ല. ലഭിക്കുന്ന മാനസാന്തരം ജീവിതാന്ത്യത്തോളം ദൈവ പ്രസാദമായി തീരുന്നതിന് ഇടയാകുന്ന മാറ്റത്തിനാണ് മാനസാന്തരം എന്ന് പറയുന്നത്. വലിയ നോമ്പിൽ ആരംഭം മുതൽ അവസാനം വരെ മദ്യപാനത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുന്ന ധാരാളം ആളുകൾ പലയിടത്തും ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈസ്റ്ററിന്റെ അന്ന് എല്ലാ കുറവുകളും തീർത്താൽ പിന്നെ എന്ത് മാനസാന്തരം? അത് മാനസാന്തരമല്ല, അത് ദൈവത്തോടുള്ള മത്സരമാണ്. കുറെ നല്ലതാ 50 ദിവസമെങ്കിലും ഇതിനകത്തൊന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത്. പക്ഷേ അത് മാനസാന്തരമല്ല. നോമ്പിൽ നിന്ന് നടത്തുന്നതിന്റെ പ്രാധാന്യവും ഈ മാനസാന്തരത്തിന്റെ അനുഭവം നമുക്കുണ്ടാകുന്നതിന് സഭയുടെ വിശ്വാസം, സഭയുടെ പാരമ്പര്യം, സഭയുടെ അഖണ്ഡത, സഭയ്ക്ക് ദൈവത്തോടുള്ളതായ, ദൈവത്തിന് സഭയോടുമുള്ള വലിയ ബന്ധത്തിന്റെ വലിയ ബഹുസ്ഫുരണമായിരിക്കണം ഈ കൺവെൻഷന്റെ ആകത്തുക. ഇതിന് വരുന്ന പണമല്ല, ഇതിൽ വന്നു ചേരുന്ന ആളുകളുടെ എണ്ണമല്ല, ഇതിൽ പ്രസംഗിക്കുന്നവരും ദൈവാത്മാവിൽ ഇന്നും ഷിബിനച്ചൻ സംസാരിക്കുന്നത് അദ്ദേഹം ദൈവത്തെ കുറിച്ചാണ്. ദൈവത്തിന്റെ നമ്മളോടുള്ള ഇടപെടലും ദൈവത്തെ അന്വേഷിച്ച് ആ സായുജ്യം,
ആ മോക്ഷം, ആ അനുഗ്രഹം, ആ പുണ്യം അത് ലഭിക്കുന്നതിനാണ് നാം ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ദൈവത്തെ അന്വേഷിച്ച് പുറപ്പെടുക. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാമത്തെ വാക്യം മുതല് യേശുവിനെ അന്വേഷിച്ചിരുന്ന 2 ശിഷ്യന്മാരെ, യോഹന്നാന്റെ ശിഷ്യന്മാരെ കാണാം. ഗലീല കടലിന്റെ അക്കരെ നിന്നുകൊണ്ട് യോഹന്നാൻ മാബ്ദാന പറഞ്ഞു, അതാ ദൈവത്തിന്റെ കുഞ്ഞാട്. ചൂണ്ടിക്കാണിച്ചു, ദൈവത്തിന്റെ കുഞ്ഞാടിനെ ചൂണ്ടിക്കാണിച്ചു. ഇത് എല്ലാ ആരാധനയിലും ഈ ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ ബലിയിൽ പങ്കെടുക്കുന്ന നാം, നമുക്ക് ഈ ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ ഗന്ധം അറിയാം, നമുക്ക് ഈ ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ രുചി അറിയാം. പക്ഷേ ഇതുവരെ ആ ദൈവം എന്നോട് സംസാരിച്ചിട്ടുണ്ടോ? ഇവിടെ വരുന്ന നമുക്കൊക്കെ നമ്മുടെ ദൈവത്തെ കാണാനാണ്. ഇവിടെ അച്ഛന്മാരോ അല്ലെങ്കിൽ അതിന്റെ പ്രസംഗിക്കുന്നവര് പറയുമ്പോൾ നമ്മൾ അതിനെ വിലയിരുത്തുവാനില്ല. ഞാൻ ദൈവത്തെ കാണുന്നത് പോലെ തന്നെ ദൈവം എന്നെ കാണണം. അവിടെയാണ് ഫലം. കാണാതെ പോയ ആടിന്റെ കരച്ചിലും ഇടയന്റെ അന്വേഷിച്ചുള്ളതായ പേർവിളിയും സൂക്ഷിച്ചു വീക്ഷിച്ച, കണ്ണുകൊണ്ട് കണ്ട, ഞങ്ങൾ കേട്ടതായ ആ ജീവന്റെ വചനത്തെ പറ്റി ഞങ്ങൾ അറിയിക്കുന്നു എന്നാണ് ഈ സുവിശേഷത്തെ കുറിച്ച് പൊതുവായി നമുക്ക് പറയാവും. ആ സുവിശേഷമായി മെത്രാന്മാരും വൈദികരും സുവിശേഷകരും സൺഡേ സ്കൂൾ അധ്യാപകരും സിസ്റ്റേഴ്സും അതോടൊപ്പം നമ്മുടെ മാതാപിതാക്കൾ ഉൾപ്പെടെ എൽഡേഴ്സ് എല്ലാവരും നമ്മളോട് പറയുന്നത് അതിന്റെ പിന്തുടർച്ച മാത്രമാണെന്ന് നമ്മൾ ഓർക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഈ സുവിശേഷത്തിന്റെ സിഗ്നിഫിക്കൻസ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ദി preaching the gospel or gospel preaching. അതാണ് അതിന്റെ ഇമ്പോർട്ടൻസ്. ഇതിൽ കൂടുതൽ എങ്ങനെയാ യോഹന്നാൻ പറയേണ്ടത്? വിശുദ്ധ യോഹന്നാൻ അത്ര വ്യക്തമായിട്ട് നമ്മളോട് പറയുകയാണ്. അതേ സമയത്ത് തന്നെ യോഹന്നാന്റെ സുവിശേഷം ഗോസ്പൽ 20:31 ഒരു കാര്യം പറയുന്നു. എന്തിനാ ഈ സുവിശേഷം എഴുതപ്പെട്ടത്? വാട്ട് ഈസ് ആഫ്റ്റർ ഓൾ ഗോസ്പൽ? സുവിശേഷം, സദ്വർത്തമാനം എന്താണ് എന്നുള്ളത് യോഹന്നാൻ തന്നെ ലേഖനത്തിൽ പറയും. ഇനി അദ്ദേഹത്തിന്റെ സുവിശേഷത്തിൽ പറയുന്നത് ശ്രദ്ധിക്കുക. എന്തിന്? ഫോർ വാട്ട്? ഈ സുവിശേഷം എന്തിനാ ഇതെല്ലാം പറയുകയും എഴുതുകയും ചെയ്തിരിക്കുന്നത്? യോഹന്നാൻ 20:31 യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന്, ദൈവപുത്രനാണ് ക്രിസ്തു യേശു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുക നിമിത്തം നിങ്ങൾക്ക് അവന്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകുവാനും വേണ്ടിയാണ് ഈ സുവിശേഷം എഴുതിയിരിക്കുന്നത്. അപ്പോൾ സുവിശേഷത്തിന്റെ ഇമ്പോർട്ടൻസും ഇവിടെ വ്യക്തമാണ്. അപ്പോൾ എന്തിനു വേണ്ടിയാണെന്നുള്ളതും നമുക്ക് വ്യക്തമായി കഴിഞ്ഞു. അപ്പോൾ ഇനി വചന പ്രഘോഷണത്തിന്റെ നാൾ വഴി ചില കാര്യങ്ങൾ നമ്മൾ പറയും. ചില ഹിസ്റ്റോറിക്കൽ ഇവന്റ്സ് ഡെവലപ്മെന്റ്സിനെ കുറിച്ച് നാൾ വഴി എന്ന് പറയാറുണ്ട്. അതിന്റെ ക്രോണോളജിക്കൽ ഓർഡർ. അപ്പൊ അതെന്താന്ന് ചോദിച്ചാൽ വിശുദ്ധ മത്തായി 4:23 സൂചിപ്പിക്കുന്നത് പോലെ ഇത് ആരാ ഇതിന് തുടക്കം കുറിച്ചത്? ഈ സുവിശേഷത്തിന് തുടക്കം കുറിച്ചത് സ്ലീഹന്മാരോ ഇവിടെ മെത്രാന്മാരോ വൈദികരോ ആരാ? സുവിശേഷകരോ ആരാ? നോക്കുക, വിശുദ്ധ മത്തായി 4:23 യേശു, ക്രിസ്തു യേശു അവരുടെ സിനഗോഗുകളിൽ അല്ലെ പള്ളികളിൽ പഠിപ്പിച്ച് രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ച് ജനങ്ങളുടെ എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തി ഗലീല മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. അവൻ രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. ക്രൈസ്റ്റ് ജീസസ്, ക്രിസ്തു യേശു തന്നെയാ ഈ പ്രസംഗം ആരംഭിച്ചത്. അതിന്റെ ചുവട് പിടിച്ചാണ് സ്ലീഹന്മാര്, അതിന്റെ ചുവട് പിടിച്ച് പരിശുദ്ധ സഭ, സഭയിലെ പിതാക്കന്മാര്, സുവിശേഷകരെ എല്ലാവരും. അപ്പോൾ അത് ചേർന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ യേശു തന്നെ ആ വചന പ്രഘോഷണത്തിന് ആരംഭം കുറിച്ചത് നമ്മളത് പിന്തുടരുന്നു എന്ന് മാത്രം. അതിങ്ങനെ ആദ്യം മുതൽ ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ഓർക്കുക. അപ്പോൾ തന്നെ പത്രോസും യോഹന്നാനും എന്താ പറഞ്ഞെന്നൂടെ നമുക്കൊന്ന് നോക്കാം. ആക്ട്സ്, അപ്പോസ്തല പ്രവർത്തികൾ 4:30 നോക്കുക. ഞാനിതിന്റെ അത്ര പ്രാധാന്യമാണ് നമ്മൾ ഈ എന്തിലാണോ സംബന്ധിക്കുന്നത് ആ സുവിശേഷ യോഗം, അതിന് അത്രയ്ക്ക് പ്രാധാന്യമാണ്. അപ്പോസ്തല പ്രവർത്തികൾ 4:30 ഇങ്ങനെയാണ്. അവിടുത്തെ വചനം, അതായത് തമ്പുരാൻ ക്രിസ്തു യേശുവേ അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമേ എന്ന. കാരണം ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. ചാട്ടവാറ് കൊണ്ടുള്ള അടി,
പിന്നെ അങ്ങ് കാരാഗ്രഹത്തിൽ അടയ്ക്കുക, കൊല്ലുന്നവരെയുള്ള സാഹചര്യങ്ങളാണ് ക്രിസ്തുയേശുവിനെ പ്രഘോഷിക്കുന്നത് കൊണ്ട്. പക്ഷെ അവര് പറയുകയാണ്, അപ്പോസ്തല പ്രവർത്തികൾ പറയുകയാണ്, പത്രോസ് യോഹന്നാനും അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പറയുന്നത്. നോക്കുക അതിന്റെ ഇമ്പോർട്ടൻസ്. ഞാൻ ഇതിനായി നോക്കുക, പ്രകൃതിയും എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയാ ദൈവം സൃഷ്ടിച്ചതാ ഇതെല്ലാം. അപ്പോൾ അങ്ങനെയെങ്കിൽ മനുഷ്യനിൽ നിന്ന് ദൈവം ഇത് പ്രതീക്ഷിക്കാതിരിക്കുമോ? അപ്പോൾ മകനെ എല്ലാം നിനക്ക് വേണ്ടി എന്ന് പറഞ്ഞതുപോലെ നമുക്കും പറയണം ഈ 2024 എന്റെ ദൈവമേ, ഞാനെല്ലാം മറ്റുള്ളവർക്കായിട്ട്, എനിക്കുള്ളത് നീ എനിക്ക് അനുഗ്രഹമായിട്ട് തന്നത് മറ്റുള്ളവർക്ക് വേണ്ടി എന്ന് പറയുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അങ്ങനെ ഒരുപാട് തിന്മകൾ നടമാടുന്ന ഈ ലോകത്ത് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു, നന്മയുടെ ബദൽ സമൂഹമായി തീരുവാൻ, ഞാൻ ആവർത്തിക്കുന്നു, നന്മയുടെ ബദൽ സമൂഹമായി തീരുവാൻ ഈ തിന്മയുടെ ലോകത്ത് ജ്ഞാനായ മക്കൾക്ക്, നമുക്ക് ഓരോരുത്തർക്കും, എന്നെ കേൾക്കുന്നവര്, ഇവിടെ ഇരിക്കുന്നവര് മാത്രമല്ല, മന്നാവശ്യം കൂടെ ഇത് ലോകം മുഴുവനും സകല ഭൂഖണ്ഡങ്ങളിലുമുള്ളവർ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾക്കും നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ സർവ്വ മനുഷ്യരോടും പറയുന്നു, നമുക്കൊരു ബദൽ സമൂഹം, നന്മയുടെ ബദൽ സമൂഹമായി തീരുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആശംസിച്ച് ഇതിനോട് സഹകരിക്കുന്ന വൈദിക സദസ്യരുടെ നീണ്ട നിര നിങ്ങൾ മുന്നോട്ട് നോക്കും. ഒരറ്റത്തൂന്ന് കണ്ണിങ്ങിലൂടെ എന്തൊരു സന്തോഷം. നമ്മുടെ സിസ്റ്റേഴ്സ്, നിങ്ങളുടെ ദൈവജനം എല്ലാവരും കടന്നു വന്നിരിക്കുന്നു. എല്ലാവരെയും സന്തോഷത്തോടെ നോക്കിക്കണ്ട് ഞങ്ങൾ അയൽപ്പെട്ടക്കാര പട്ടക്കാര പൗരോഹിത്യ ഗണത്തിലുള്ള നിലയിൽ നിങ്ങളെയൊക്കെ കാണുമ്പോഴുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് ഒരു നന്മയുടെ ബദൽ സമൂഹം ഈ സമൂഹത്തിൽ സൃഷ്ടിച്ച് ഇവിടെ നന്മയുടെ അനുഗ്രഹീത പ്രകാശം പരത്തുന്നവരായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ കൂടിവരവ് 2024 കൂടിവരവ് ഉദ്ഘാടനം ചെയ്തതായി ദൈവസന്നിധിയിൽ അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. അതാണ് ഭവനരഹിതരുണ്ടാകാൻ പാടില്ല ഗ്രാനായ സമുദായത്തിൽ. അതുപോലെ നമ്മൾ ഈ കൊടുക്കുന്ന 5 ലക്ഷമോ 6 ലക്ഷമോ 7 ലക്ഷത്തിന്റെ വീടുകളല്ല, മനോഹരമായ ഒരു ഭവനമാണ് നമ്മുടെ 2 ബെഡ്റൂം ഉൾപ്പെടെ ഡ്രോയിങ് റൂം, ഡൈനിങ്, കിച്ചൺ, അങ്ങനെ എല്ലാം കൂടി വലിയ ഒരു വീടുകളാണ് ഗ്രാനായ സമുദായത്തിലെ നിർധനരായ ആളുകൾക്ക് കൊടുക്കുവാനായിട്ട് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. എല്ലാവരുടെയും ഈ സംരംഭത്തിൽ ഗ്രാനായ സമുദായത്തിന്റെ വികസനങ്ങളുടെ കുതിപ്പുകളിൽ ഗ്രാനായ സമുദായ അംഗങ്ങളുടെ എല്ലാവരെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ജീവനുവിന്റെ സർവ്വ
ഇന്നത്തെ മുഖ്യ വചന പ്രഘോഷണത്തിന് ായിരുന്നുവെങ്കിൽ ലോകം സ്വന്തമാക്കിയതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകത്തിൻ്റെതല്ലാത്തത് കൊണ്ട്, ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നു. ദാസൻ യജമാനേക്കാൾ വലിയവനല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ഓർമ്മിക്കുവിൻ. അവർ എന്നെ പീഡിപ്പിച്ചുവെങ്കിൽ നിങ്ങളെയും പീഡിപ്പിക്കും. അവർ എന്റെ വചനം പാലിച്ചുവെങ്കിൽ നിങ്ങളുടേതും പാലിക്കും. എന്നാൽ എന്റെ നാമം മൂലം അവർ ഇതെല്ലാം നിങ്ങളോട് ചെയ്യും. കാരണം എന്നെ അയച്ചവനെ അവർ അറിയുന്നില്ല. ഞാൻ വന്ന് അവരോട് സംസാരിച്ചിരുന്നുവെങ്കിൽ അവർക്ക് പാപമുണ്ടാകുമായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അവരുടെ പാപത്തെക്കുറിച്ച് അവർക്ക് ഒഴികഴിവില്ല. കർത്താവായ യേശുവേ, ഞങ്ങളെ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ സുവിശേഷ കൺവെൻഷനെ ഓർത്തും ഇത് ക്രമീകരിക്കുന്നവരെ ഓർത്തും അഭിവന്ദ്യ തിരുമേനിമാരെ ഓർത്തും ഞങ്ങളുടെ വൈദികരെയും സന്യസ്തരെയും ഞങ്ങളുടെ ഓരോ ഇടവകകളുടെയും കുടുംബങ്ങളെയും ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും സ്നേഹത്തിന്റെ കൂട്ടായ്മയിൽ അങ്ങ് വളർത്തുകയും ഞങ്ങൾക്ക് ആവശ്യമായ സകല കൃപകളും അങ്ങ് സമർത്ഥമായി ചൊരിയുകയും ചെയ്യണമേ. ഈ വചന പ്രഘോഷണത്തിന്റെ ഈ മണിക്കൂറിലേക്ക് പരിശുദ്ധാത്മാവിനെ അയക്കുകയും പരിശുദ്ധാത്മാവിന്റെ കൃപകളാലും ദാനങ്ങളാലും ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഒരു നിമിഷം മണിക്കൂർ എന്നാണ് എന്നോട് പറഞ്ഞിരുന്നത്. ഞാൻ ചുരുക്കുകയാണ്. വെട്ടിച്ചുരുക്കിയാൽ ഇനി 45 മിനിറ്റ് കഷ്ടിച്ചേ ഉള്ളൂ. അപ്പോൾ 1.5 മണിക്കൂർ 45 ചുരുക്കുമ്പോൾ വരുന്ന പരിമിതികൾ എന്തായിരിക്കും? ഞാൻ സ്പീഡിൽ പോകും. എന്നോടൊപ്പം ഉണ്ടായിരിക്കുമോ? ഉണർന്നിട്ട് വചനം കേൾക്കുമോ? ഞാൻ ചോദിക്കും കേട്ടോ. കാരണം എന്റെ കുടുംബത്തിൽ എല്ലാവരും അധ്യാപകരായതുകൊണ്ട് എനിക്ക് ചോദ്യം ചോദിക്കുന്ന ഒരു ശീലമൊക്കെ ഉണ്ട്. അത് മറ്റൊന്നിനുമല്ല, രാത്രിയുടെ യാമങ്ങളിൽ സ്ലീഹന്മാരെ പോലെ അല്ലെ ഇരുന്ന് ഉറങ്ങിപ്പോകുന്ന ചില അമ്മമാർക്ക് ഒരു കുഴപ്പമുണ്ട് കേട്ടോ. വചനം കേൾക്കുമ്പോൾ അന്നേരം ഉറങ്ങും അല്ലെ. വചനം കേൾക്കുമ്പോൾ ഉദ്ഘാടന പ്രസംഗം ഒരു കുഴപ്പമില്ല. വചന പ്രഘോഷണം കേൾക്കുമ്പോഴത്തേക്കും എന്റെ സമയം സമാഗതമായിരിക്കുന്നു. അങ്ങനെ ആരും ഉറങ്ങരുത്, ഉണർന്നിരുന്ന് നമുക്ക് വചനം ശ്രവിക്കുകയും ഈ വചനത്തിലൂടെ മാനസാന്തരത്തിന്റെ ചൈതന്യത്തിലേക്ക് കടന്നു വരുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കുകയും ചെയ്യാം. സ്നേഹമുള്ളവരെ, ലോക ചരിത്രത്തില് മതങ്ങളുടെ ഒരു ചരിത്രം മാത്രം എടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാകും. എന്താണ് പരിശോധിക്കേണ്ടത്? മതങ്ങളുടെ ചരിത്രം, പ്രത്യേകിച്ചും പുരാതന കാലത്ത് മധ്യേഷ്യയിലും യൂറോപ്പിലും ഒക്കെ നിലനിന്നിരുന്ന മതങ്ങളുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഒരു കാര്യം വ്യക്തമാകും. എന്താണെന്നോ? പുരാതന കാലത്ത് അന്നുണ്ടായിരുന്നവർക്ക് തങ്ങളുടെ ഓരോ മതത്തിലും പെട്ടവർക്ക് തങ്ങളുടെ ദൈവത്തോട് അല്ലെങ്കിൽ ദൈവങ്ങളോട് വലിയ സ്നേഹവും വലിയ അടുപ്പവുമായിരുന്നു. പുരാതന കാലത്തെ മധ്യേഷ്യയിലും യൂറോപ്പിലും ഒക്കെ നിലനിരുന്ന ഗോത്രവർഗത്തിൽപ്പെട്ട ഒരൊറ്റ വ്യക്തി പോലും തങ്ങളുടെ ദൈവത്തിനെതിരെ ശബ്ദമുയർത്തി സംസാരിച്ചിരുന്നില്ല. പുരാതന കാലത്ത് അത് അസീറിയന്മാരായിക്കൊള്ളട്ടെ, ബാബിലോൺകാരായിക്കൊള്ളട്ടെ, ഈജിപ്ഷ്യൻസ് ആയിക്കൊള്ളട്ടെ, ഗ്രീക്കുകാരായിക്കൊള്ളട്ടെ, റോമാക്കാരായിക്കൊള്ളട്ടെ, അവരുടെ ഒക്കെ ജനതകളുടെ ആ ഗോത്രങ്ങളുടെ ഒക്കെ ദൈവങ്ങളോട് അവർക്ക് വലിയ സ്നേഹവും വലിയ മതിപ്പുമായിരുന്നു. ഒരൊറ്റ ജനത മാത്രമാണ് തങ്ങളുടെ ദൈവത്തിനെതിരെ പിറുപിറുത്ത് സംസാരിച്ചത്. ഒരൊറ്റ ജനത മാത്രമാണ് തങ്ങളുടെ ദൈവത്തിനെതിരെ ശബ്ദമുയർത്തിയത്. ഒരൊറ്റ ജനത മാത്രമാണ് ലോക ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ തങ്ങളുടെ ദൈവത്തോട് അത്ര സാറ്റിസ്ഫൈഡ് അല്ല, സംതൃപ്തിയോ ഇല്ലാതെ സംസാരിച്ചത്. ഏതാണ് ആ ജനത? ഉത്തരം പറയാമോ? ഏതാണ് ആ ജനത? ഇസ്രായേൽ. ചരിത്രം പരിശോധിച്ചാല് വളരെ വിചിത്രമായിട്ട് തോന്നിക്കും. മറ്റു ജനതകളൊക്കെയും കല്ലിനെയും മണ്ണിനെയും ഒക്കെ പൂവിട്ട് ആരാധിച്ചപ്പോൾ ഇസ്രായേൽ ജനത്തിൽ ലഭിച്ചത് ഏക സത്യദൈവമായ യാഹ്വേ ആയിരുന്നു. എന്നിട്ടും അവർ സംതൃപ്തനായിരുന്നില്ല. കല്ലിനെയും മണ്ണിനെയും കാമത്തെയും ഒക്കെ പ്രണയിച്ചവരും ആരാധിച്ചവരും ഒക്കെ തികച്ചും സംതൃപ്തനായിരുന്നു. പക്ഷേ ഏക സത്യദൈവത്തെ ആരാധിക്കുവാൻ കിട്ടിയവര്, ദൈവം പ്രത്യേകമാവിധം പേര് ചൊല്ലി വിളിച്ച് വേർതിരിച്ച ജനത്തിന് മാത്രം പ്രശ്നം. എന്താണ് അവർക്ക് പ്രശ്നം? പിറുപിറുപ്പ്. ദൈവത്തോട് അവർ എപ്പോഴും പിറുപിറുക്കുന്നു, ദൈവത്തോട് എപ്പോഴും പരാതിപ്പെടുന്നു, ദൈവത്തിനെതിരെ അവർ ശബ്ദമുയർത്തുന്നു. നമ്മൾ ഏതാനും വചനങ്ങൾ എടുത്ത് നമ്മൾ മനസ്സിലാക്കുകയാണ്. അതായത് ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നും പുറപ്പാട് യാത്ര ആരംഭിച്ച ആ നിമിഷം മുതൽ, അവിടുന്ന് എപ്പോൾ ഇറങ്ങി തിരിച്ചോ
സെയിം സെക്കൻഡ്, ആ നിമിഷം മുതൽ അവർ ദൈവത്തിനെതിരെ ശബ്ദമുയർത്തുവാനും പിറുകാനും തുടങ്ങി. ഉദാഹരണം, പുറപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിന്റെ 2 മുതൽ തിരുവചനങ്ങൾ. വചനം പറയുന്നു, മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ സമൂഹം ഒന്നടങ്കം മോശയ്ക്കും അഹ്റോനുമെതിരായി പിറുപിറുത്തു. ഇസ്രായേൽക്കാർ അവരോട് പറഞ്ഞു, ഈജിപ്തിൽ ഇറച്ചി പാത്രത്തിനടുത്തിരുന്ന് തൃപ്തിയാവോളം അപ്പം തിന്നുകൊണ്ടിരുന്നപ്പോൾ കർത്താവിന്റെ കരത്താൽ കൊല്ലപ്പെട്ടിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു. നോക്കിക്കേ, പഴയ അവരുടെ അടിമത്തമാണ് അവർക്ക് താല്പര്യം. അടിമത്തത്തിൽ നിന്നും ഏകസത്യ ദൈവമായി യാഹ്വേ അവരെ മോചിപ്പിച്ചു കൊണ്ടുവന്നപ്പോൾ അവർ പിറുപിറുക്കുന്നു. അവർ ദൈവത്തിനെതിരെയും ദൈവം അയച്ച അവരുടെ നേതാക്കന്മാരെയും അവർ തള്ളിപ്പറയുന്നു, അവർക്കെതിരെ സംസാരിക്കുന്നു. വീണ്ടും പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിന്റെ 9 മുതൽ തിരുവചനത്തിൽ നമ്മൾ വീണ്ടും വായിക്കുന്നു. അവർ മോശയോട് ചോദിക്കുന്നു, 11-ാം തിരുവചനത്തില്, ഈജിപ്തിൽ ശവക്കുഴികൾ ഇല്ലാഞ്ഞിട്ടാണോ നീ ഞങ്ങളെ മരുഭൂമിയിൽ കൊണ്ടുവന്ന് കൊല്ലുന്നത് എന്ന്. സ്നേഹമുള്ളവരെ, എത്ര തരം താഴ്ന്ന രീതിയിലാണ് അവർ അവരുടെ ദൈവത്തിനെതിരെ ശബ്ദമുയർത്തുന്ന ചിന്തിച്ചു നോക്കുക. വെറുതെ പിറുപിറുകയല്ല ചെയ്യുന്നത്. ദൈവത്തെ അവർ ശപിക്കുന്നു, ദൈവത്തെ അവർ ശാസിക്കുന്നു, ദൈവത്തിനെതിരെ അവർ ശബ്ദമുയർത്തുന്നു. എന്നാൽ അസീറിയക്കാർക്ക് അവരുടെ ദൈവത്തോട് ഒരു കുഴപ്പമില്ലായിരുന്നു. നിങ്ങൾ കാനനൈറ്റ് ദൈവമായ ബാൽ ദൈവത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് ബൈബിളിൽ. എപ്പോഴെങ്കിലും കാനനൈറ്റുകാര് ബാലിനെതിരെ ശബ്ദമുയർത്തുന്നതായിട്ടോ ബാലിനെതിരെ പിറുപിറുക്കുന്നതായിട്ടോ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഇല്ല. ആഷൂറിനെതിരെയായിട്ട് അസീറിയന്മാര് പിറുപിറുക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇറോസ് ദേവനെതിരായിട്ട് അല്ലെങ്കിൽ ആഫ്രോഡൈറ്റ് ദേവനെതിരായിട്ട് ഗ്രീക്ക് സമുദായക്കാര് പിറുപിറുക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ഇല്ല. ആരും ഒരു ദൈവത്തിനെതിരെ, സ്വന്തം ദൈവത്തിനെതിരെ പിറുപിറുത്തിട്ടില്ല. സ്വന്തം ദൈവത്തോട് അവർക്ക് എന്തെന്നില്ലാത്ത മതിപ്പായിരുന്നു, എന്തെന്നില്ലാത്ത വാത്സല്യവും സ്നേഹവും ഒക്കെ ആയിരുന്നു. പിറുപിറുത്തതും ശപിച്ചതും ചീത്ത പറഞ്ഞതും ഒക്കെ ആരായിരുന്നു? ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനം. പ്രിയമുള്ളവരെ, ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ദൈവത്തിന് ജീവിക്കുവാൻ ക്രിസ്തുവിന്റെ ഹിതം ഞങ്ങൾ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ ഇടവകയിൽ നിറവേറത്തക്കവണ്ണം ഞങ്ങളുടെ താല്പര്യങ്ങളെ മാറ്റിവെക്കുവാനായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമേ. ഞങ്ങളുടെ കുടുംബത്തില് അനുതാപത്തിന്റെയും പ്രായശ്ചിത്തത്തിന്റെയും അരൂപി അയക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളാൽ ഫലങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ബഹുമാനപ്പെട്ട അഭിമന്യ കുര്യാക്കോസ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്ത വിളിച്ചുകൊണ്ടാണല്ലോ അഭിമന്യ പിതാവിനെ ഈ കൺവെൻഷൻ്റെ പേരുള്ളതായ നന്ദിയും സ്നേഹവും ആദ്യമായിട്ട് അറിയിക്കുകയാണ്. 2024 കനനായ കൺവെൻഷൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം അഭിമന്യ പിതാവായിരിക്കുന്ന കുര്യാക്കോസ് മാർ സേവറിയോസ് മെത്രാപ്പൊലീത്ത തിരുവനന്തപുരം നിർവഹിക്കുകയുണ്ടായി. അഭിമന്യ പിതാവിനോടുള്ളതായ സ്നേഹവും ബഹുമാനവും ഭക്തിയും ഈ സമയം അറിയിച്ചുകൊണ്ട് നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. സാന്നിധ്യം കൊണ്ട് നമ്മെ അനുഗ്രഹിച്ചതായ ബഹുമാനപ്പെട്ട അഭിമന്യ പിതാവായ ഇവാനിയോസ് പിതാവാണ്. കുര്യാക്കോസ് മാർ ഇവാനിയോസ് പിതാവിനുള്ളതായ നന്ദിയും സ്നേഹവും സുവിശേഷ സമാജത്തിന് വേണ്ടി, കൺവെൻഷന് വേണ്ടി പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. മനോഹരമായ നല്ല സന്ദേശം നൽകി തന്ന പരിശുദ്ധാത്മ നിറവോടെ അഭിഷേകത്തോടെ ഇന്ന് ദൈവജനവുമായി പങ്കുവച്ച ബഹുമാനപ്പെട്ട ഷെബിനച്ഛൻ, റവറൻഡ് ഫാദർ ഷെബിൻ വല്ലാട്ടുമൂടത്തിൽ അച്ഛനുള്ളതായ നന്ദിയും സ്നേഹവും പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ ഈ ബൈബിൾ കൺവെൻഷനോട് കൂടി ഇതിലെല്ലാ പ്രവർത്തനങ്ങളോടും ഇതിലെല്ലാ പ്രവർത്തകരോടും വന്നുകൂടിയിരിക്കുന്ന നമ്മോടും നമ്മുടെ കുടുംബങ്ങളോടും നമ്മുടെ വാങ്ങിപ്പോയവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.
വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. ദേശീയവും അന്തർദേശീയവുമായ നല്ല നല്ല വീഡിയോകൾ ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.